ഹലോ ഫ്രണ്ട്സ്, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഒരുപാട് DMs വരുന്ന ഒരു ടോപ്പിക്കാണ് സാറ്റിനെ കുറിച്ച്, സാറ്റിന്റെ പാറ്റേണിനെ കുറിച്ച്, ഐഡിയൽ അറ്റംപ്റ്റ് സ്ട്രാറ്റജി എന്താണ്, അതിനകത്തുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് എന്താണ് എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത്. ഞാനും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് സോഴ്സസിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓൺലൈനായിട്ടും. പിന്നെ എൻ്റെ XLRയിലുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, സീനിയേഴ്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്. സോ അവരുടെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പല ആൾക്കാരും പല സ്ട്രാറ്റജീസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അതിനകത്ത് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യങ്ങൾ കൊളേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഞാൻ എത്ര ഒരു ഡിലേ എടുത്തത്. സോ ഇതിൽ ഐ ബി ടെലിംഗ് അബൌട്ട് ലൈക്ക് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന പാറ്റേണിന്റെ ഡീറ്റെയിൽസ്, അറ്റംപ്റ്റ് സ്ട്രാറ്റജിയെ കുറിച്ച് ഞാൻ പറയുന്നുണ്ടാവും, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഓൾസോ ഓപ്പൺ ഡാഡിൽ നിങ്ങൾക്ക് എങ്ങനെ കുറച്ച് പ്രിപ്പറേഷൻസ് മുന്നോട്ട് പോകാമെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ സാറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു സാറ്റ് എക്സ്പേർട്ട് അല്ല. ബിക്കോസ് ഞാൻ ക്യാറ്റ് എഴുതിയതിനു ശേഷം കൂടുതലായിട്ട് GDPAക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ടൈം സ്പെൻഡ് ചെയ്തത്. പക്ഷേ സാറ്റ് വളരെ കാഷ്വലായിട്ട്, ഇറ്റ്സ് എ ലോങ് എക്സാം, 2 hours 45 minutes, പാർട്ട് എയും പാർട്ട് ബി അറൌണ്ട് 25 minutes ഉള്ളൊരു വലിയൊരു എക്സാമാണ്. സെക്ഷൽ ടൈമർ ഇല്ല. സോ അതുകൊണ്ട് തന്നെ വളരെ കാഷ്വലായിട്ട് ഞാൻ പോയി ഓരോ ക്വസ്റ്റ്യനും അത് കണ്ട് എൻ്റെ ഒരു ലോജിക്ക് വെച്ചിട്ടൊക്കെ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ ഐ വാസ് ഏബിൾ ടു സ്കോർ അറൌണ്ട് 93-94%. ആ സമയത്ത് എനിക്ക് പ്രതീക്ഷിച്ചില്ല, കാരണം ലൈക്ക് വളരെ കുറഞ്ഞ സ്കോർ മാത്രം കിട്ടിയ, ഏതാണ്ട് വളരെ ചെറിയ സ്കോറിൽ തന്നെ എനിക്ക് ആ പെർസെൻറ്റേജ് കൺവേർട്ട് ചെയ്യാൻ പറ്റി. സോ ദാറ്റ്സ് ഓൾസോ വൺ അതർ ഫാക്ട് വെൻ ഇറ്റ് കംസ് ടു കോമ്പറ്റേറ്റീവ് എക്സാം. എസ്പെഷ്യലി ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ ഡിഫിക്കൽട്ടി ചിലപ്പോൾ കൂടാം. അന്നത്തെ സാറ്റ് വളരെ ഡിഫിക്കൽട്ടായിരുന്നു, വളരെ ചെറിയ മാർക്കിൽ തന്നെ കട്ട് ഓഫ്സ് ക്ലിയർ ആയി പോകുന്നുണ്ടായിരുന്നു. സോ യു ക്യാൻ ഓൾസോ എക്സ്പെക്ട് ദാറ്റ്. സി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെല്ലാം ഹിസ്റ്റോറിക് ഡാറ്റ വെച്ചാണ്. ഇത്തവണത്തെ ക്യാറ്റ് പോയതുപോലെ ഇറ്റ് ക്യാൻ ഗെറ്റ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പോൾ സ്നാപ്പ് നിങ്ങൾ ചിലപ്പം എഴുതുന്നുണ്ടാവും. സ്നാപ്പ് എഴുതുമ്പോഴത്തേക്കും സ്നാപ്പ് ഈസ് ഓൾസോ ഗെറ്റിംഗ് ഡിഫിക്കൽട്ട്. സോ എന്തായാലും കട്ട് ഓഫിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളുണ്ടാവും. ബട്ട് എന്തായാലും ഒരു ഹിസ്റ്റോറിക് ഡാറ്റ വെച്ചിട്ടുള്ള ഒരു കട്ട് ഓഫ് വെച്ചിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ യു ഷുഡ് ഓൾവേസ് ബി ഫ്ലെക്സിബിൾ വെൻ ഇറ്റ് കംസ് ടു കോമ്പറ്റേറ്റീവ് എക്സാം. യു കാൺ സേ ദാറ്റ് ഓർ അവർ ഒരു വർഷം ഡിഫിക്കൽട്ട് ആക്കിയാൽ യു കാൺ ഗോ ടു ദി അതോറിറ്റീസ് ആൻഡ് സേ ദാറ്റ് നോ, ദിസ് ഈസ് നോട്ട് വാട്ട് ഐ പ്രിപ്പയർഡ് ഫോർ. ഞാൻ കഴിഞ്ഞ 4-5 വർഷമായിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവലിലാണ് പ്രിപ്പയർ ചെയ്തത്. വൈ ഡിഡ് യു മേക്ക് ഇറ്റ് മോർ ഡിഫിക്കൽട്ട്, വൈ ഡിഡ് യു മേക്ക് ഇറ്റ് മോർ ഈസി, വെരി ഈസി എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ ചോദിക്കാനുള്ള സ്കോപ്പ് ഇല്ല. സോ യു ഷുഡ് ബി ഫ്ലെക്സിബിൾ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി എക്സാം ഓൾ ആസ് വെൽ. ബട്ട് ഒരു നല്ലോണം പ്രിപ്പയർ ചെയ്തൊരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഈവൻ വെൻ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്, ഈവൻ വെൻ ഇറ്റ് ഇസ് ഈസി, ദേ വിൽ ബി ഏബിൾ ടു സെൻസ് ദാറ്റ് ഇത്തവണത്തെ സാറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും ഈസി ആണ്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തേക്കാളും ഈസി ആണ്. സോ കട്ട് ഓഫ് വിൽ ബി മോർ. ഓർ ഇത് ഡിഫിക്കൽട്ട് ആണ്, സോ കട്ട് ഓഫ് വിൽ ബി ലെസ്. ഇറ്റ് വിൽ ബി ഡിഫിക്കൽട്ട് ഫോർ ഓൾ ദി പീപ്പിൾ എന്നുള്ള ഒരു സാധനം മനസ്സിലാക്കാൻ ഉള്ളൊരു ട്രെയിനിങ് നിങ്ങൾ സ്വയം ഈ പറയുന്ന അടുത്ത ഒരു 10-27 ദിവസത്തിൽ കൊടുക്കണം. നൗ കമ്മിങ് ഓൺ ടു ബേസിക് ഡാറ്റ. ഇതൊക്കെ ഇന്റർനെറ്റിലുള്ള ഡാറ്റയാണ്. ദർ ഇസ് എ പാർട്ട് എ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ സാറ്റിന്റെ പെർസെന്റേജ് കാൽക്കുലേഷന് വേണ്ടി എടുക്കുന്നത്. ഈ സാറ്റ് എന്ന് പറയുന്ന എക്സാം XLRക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സാറ്റ് വെച്ചിട്ട് ഏതാണ്ട് 160 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സോ 160 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വിൽ ബി ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ക്യാറ്റ് പെർസെന്റേജ് പോലെ നിങ്ങളുടെ സാറ്റ് പെർസെന്റേജ്. അതിന് ഈ പാർട്ട് എ മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യൂ. പാർട്ട് ബി ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ XLR. വെരി സോറി ഫോർ ദി പുവർ PPT. ഞാൻ അതിനുവേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. സോ ദിസ് ഇസ് ജസ്റ്റ് ടു convey whatever I want to tell on to you guys. So part B will be only used by XLR for their own selection. So in case if there is a tie, for example they are confused between 2 candidates, ഏത് കാൻഡിഡേറ്റിനെ ചൂസ് ചെയ്യണം, then they will be looking at the GK score, SA score, അല്ലെങ്കിൽ SA എടുത്തിട്ട് അതിനൊരു മാർക്ക് അവർ ഇടുന്നുണ്ടാവും. So mostly like XLR നോക്കുന്ന candidates should give equal weightage or focus to part A and part B. But then SAT-നെ ഒരു ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഗോവ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, APME, IMT, IMI, XIMB പോലെയുള്ള യൂണിവേഴ്സിറ്റീസിന് കയറാൻ മാത്രമാണ് നോക്കുന്നത്. ഇഫ് യു ആർ നോട്ട് അറ്റ് ഓൾ ടാർഗറ്റിംഗ് XLR, then you can just focus on part A. But in this video I'll be talking to you from a perspective as to how to crack this XLR. So XLR ക്ക് വേണ്ടി തന്നെ പ്രിപ്പയർ ചെയ്യുക. You have enough time, you should prepare for XLR. XLR കിട്ടാനും അത്ര ഒരു ബുദ്ധിമുട്ടില്ല. യു ക്യാൻ ഈസിലി ക്ലിയർ ദി കട്ട് ഓഫ് ആസ് വെൽ. സോ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ അഗെയിൻ +1 ഒരു ശരി ഉത്തരത്തിന് 1 മാർക്കും നെഗറ്റീവിന് -0.25, അതായത് ഓൾമോസ്റ്റ് ലൈക്ക് ക്യാറ്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ റിലേറ്റീവ്ലി ബെറ്റർ ആണ്. കാരണം ക്യാറ്റിൽ +3 -1 ആണ്. ഹിയർ ഇറ്റ്സ് +4 -1 ഇക്വലന്റ് ആണ് ശരിക്കും +1 -0.25 എന്ന് പറഞ്ഞാൽ. ആൻഡ് ദർ ഈസ് എ നെഗറ്റീവ് മാർക്കിംഗ് ഫോർ അൺഅറ്റംപ്റ്റഡ് ആൻസേഴ്സ്. 8 കൂടുതൽ ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ അതിന് ഓരോന്നും 0.1 വെച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ കുറയ്ക്കുന്നുണ്ട്. ഇത് നിങ്ങളങ്ങോട്ട് ഇഗ്നോർ ചെയ്യുക. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതുക, അറിയുന്നില്ലെങ്കിൽ എഴുതണ്ട. 0.1 പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. വെറുതെ അത് തെറ്റിച്ച് അതിൻ്റെ മുകളിൽ ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ആ ടൈമും കളഞ്ഞു, അത് ചെയ്തു, അതിൽ നെഗറ്റീവ് വരുന്നത് ഡസൻറ്റ് മേക്ക് സെൻസ് അറ്റ് ഓൾ. നൗ
വെർബൽ എബിലിറ്റി ആൻഡ് ലോജിക്കൽ റീസണിങ് ഒരു സെക്ഷനാണ്. അതിൽ 26 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് ഒരു പുതിയ സെക്ഷനാണ്. സോ ഇതിൽ DALR എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ഇല്ല. കാറ്റിൽ DALR നൈറ്റ്മെയർ ആയിട്ടുള്ളവർക്ക് ഗുഡ് ന്യൂസ്, ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ആണുള്ളത്. ഡിസിഷൻ മേക്കിംഗ് DALR പോലെ ഒരുപാട് നിങ്ങൾ തലപ്പുണ്ടാക്കേണ്ട ആവശ്യമില്ല. ഫോർ സം പീപ്പിൾ ദേ ക്യാൻ സിംപ്ലി ഏസ് ഡിസിഷൻ മേക്കിംഗ്. അത് അവരുടെ ഒരു സാധനമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ദേ ക്യാൻ ഏസ് ഇറ്റ്. സോ അതുകൊണ്ട് കാറ്റിന് നിങ്ങൾക്ക് സ്കോർ കിട്ടിയില്ല, പേഴ്സണലി കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സാറ്റിന് പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. ബോത്ത് ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് എക്സാംസ്. ഇറ്റ്സ് ഹാവിങ് എ ഡിഫറെൻറ്റ് പാറ്റേൺ. ഡിഫറെൻറ്റ് ടോപ്പിക്സിൽ കുറേ സിനോണിമസ് ആണ്, കുറേ പാരലൽസ് ഉണ്ട്, ഓവർലാപ്സ് ഉണ്ടെങ്കിൽ പോലും എൻറ്റയർലി ന്യൂ ആയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. സോ അപ്പോൾ ചില ആൾക്കാർക്ക് ഈ സെക്ഷൻ ഏസ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ആൾക്കാരുണ്ടാവും. സോ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങൾ ഫ്രഷ് പെർസ്പെക്റ്റീവോടുകൂടി, ക്യാറ്റ് എന്തോ ആയിക്കോട്ടെ, ക്യാറ്റിന് എന്തോ സംഭവിച്ചിട്ടുണ്ടാവട്ടെ, പക്ഷേ ഇത് നിങ്ങൾ ആ ഒരു മൈൻഡോട് കൂടി വേണം നിങ്ങൾ ഫോക്കസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി. ക്യാറ്റ് കഴിഞ്ഞു, സാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് എക്സാം. കാറ്റിൽ എനിക്ക് 0 മാർക്ക് കിട്ടി, പക്ഷേ സാറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സാം. ഐ വിൽ അപ്രോച്ച് ഇറ്റ് ദാറ്റ് വേ. ഓക്കെ, അങ്ങനെ ഇതിനെ എടുക്കണം. Then there is quantitative ability and data interpretation. So data interpretation is integrated in quantitative ability. അതെല്ലാം കൂടി 28 ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ 28 മാർക്ക് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് അഗൈൻ 22 ക്വസ്റ്റ്യൻ ഉണ്ട്. Then coming on to part B, there is GK. അതിൽ 25 minutes will be 15 minutes will be for GK. 25 ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻഡ് അതിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ definitely you should answer all the questions. If there is no negative marking in a section like GK, you should answer all the questions. And then there's an essay, approximately 250 words. You will have 10 minutes. Getting into more details, ഇത് IMSന്റെ ഒരു ഇത് ഈ ഒരു ഡാറ്റാസ് ദി കട്ട് ഓഫ്സ് ആൻഡ് ഓൾസോ XLRയുടെ കട്ട് ഓഫ്സ് ഞാൻ IMSന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്താണ്. സോ ഇറ്റ്സ് ലൈക്ക് വാലിഡ് ഡാറ്റ. ഞാൻ അത് ക്രോസ് ചെക്ക് ചെയ്തിരുന്നു. ഇതിൽ അധികം ഒന്നും മനസ്സിലാക്കാനില്ല. ബേസിക്കലി ഇത് XLR എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് പഠിക്കുന്നത്. സാറ്റ് എഴുതുന്നവർ എന്തിനാണ് പഠിക്കുന്നത്? XLRയിൽ കയറാനാണ് പഠിക്കുന്നത്. XLRയിൽ 2 കോഴ്സ് ഉണ്ട്, ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ഓൾസോ HRM പ്രോഗ്രാം. HRM ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. എന്നിരുന്നാൽ പോലും XLRയിലെ ബെസ്റ്റ് പ്രോഗ്രാം ഈസ് ബിസിനസ് മാനേജ്മെന്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. സീൻ ദി കട്ട് ഓഫ്. ഒരു എഞ്ചിനീയർ മെയിലിന് 93% ദേ ക്യാൻ ക്രാക്ക് ഇൻ ടു എൻ HRM പ്രോഗ്രാം. ഇതെന്ന് പറയുന്ന കട്ട് ഓഫ് ആണ്. 93 കിട്ടിയാന്നൊക്കെ എന്തായാലും കിട്ടുമെന്നല്ല, 93 ഉള്ളവർ വരെ കയറിയിട്ടുണ്ട്, 93ൽ കയറുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ആൻ എഞ്ചിനീയർ മെയിൽ നീഡ് 95% ടു ഗെറ്റ് ഇൻ ടു ദി ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം. Same like you can see like 90, 95, 88 and 92 when it comes to non-engineer female, 88% for HRM, but 92% to get into a business management program. So definitely the cutoff is higher for business management program. But then HRM ഏഷ്യയിൽ തന്നെ one of the best programs ആണ്. ഇന്ത്യയിൽ definitely the best, one of the oldest BSchool. ഞാൻ ഇത് എപ്പോഴും എടുത്ത് പറയുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇട്ടെന്നുള്ളത് ഞാൻ വരും സ്ലൈഡ്സിൽ ഞാൻ മെൻഷൻ ചെയ്ത് പറയുന്നുണ്ടാവും. Again, score versus percentile ആണ്. Approximately we'll have to target 95% to get into an XLRI, at least 95%. You can target for a 99%. So 40 marks ആയിരിക്കണം നമ്മൾ മിനിമം നമ്മൾ ചെയ്യേണ്ടത്. 40 marks ആണ് നമ്മളുടെ XLRIയുടെ ടാർഗറ്റ്. അവിടെയാണ് നമ്മൾ എത്തേണ്ടത്. ആൻഡ് ഓൾസോ ദർ ഇസ് എ സെക്ഷണൽ കട്ട് ഓഫ് വിച്ച് ഇസ് വെരി ഈസി ടു ക്ലിയർ. കാറ്റ് പോലെ ഓരോ സെക്ഷനും അത്രയും വെയിറ്റേജ് ഉള്ള, അത്രയും ഈക്വൽ വെയിറ്റേജും അല്ല ഉള്ളത്, ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും അല്ല ഉള്ളത്, ഈക്വൽ കട്ട് ഓഫും അല്ല ഉള്ളത്. ഇപ്പം മോസ്റ്റ് ഓഫ് ദി IMS ആർ ടെല്ലിംഗ് ലൈക്ക് എല്ലാ സെക്ഷനിലും 80% വേണം ഇൻ കാറ്റ്. XLRയുടെ കേസിൽ ദേ ആർ നോട്ട് ആസ്കിങ് യു ടു ലൈക്ക് സ്കോർ ദി സെയിം percentage in each of the sections. അതിലൊക്കെ വെയിറ്റേജ് ഡിഫറൻസ് ഉണ്ട്. ഐ വിൽ ബി ടെല്ലിംഗ് മോർ അബൌട്ട് ദാറ്റ് ഇൻ ദി അപ്കമിംഗ്. മൂവിംഗ് ഓൺ ടു SAT പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. മൊത്തം 28 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 2 സെറ്റ് DA പൊതുവെ ഹിസ്റ്റോറിക്കായിട്ട് ചോദിച്ചു വരുന്നുണ്ട്. അതിൽ 28 ക്വസ്റ്റ്യൻസ് അതിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വരെ ആൻഡ് 22 ക്വസ്റ്റ്യൻസ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിലാണ്. ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ എനിക്ക് പറയാനുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന ടോപ്പിക്സ് എല്ലാം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഞാൻ കുറച്ച് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഈ ടോപ്പിക്സ് എല്ലാം നോക്കിയിട്ട് പോകണം. ക്വാണ്ടിൽ നിങ്ങൾ എല്ലാ ടോപ്പിക്സും ബ്രഷ് ചെയ്തിട്ട് പോകാം. വൈ? ബിക്കോസ് അൺലൈക്ക് കാറ്റ്, ക്വാണ്ട് സാറ്റിൽ കുറച്ച് എന്താ പറയുക, മൾട്ടിപ്പിൾ ടോപ്പിക്സിൽ നിന്ന് പ്ലഗ് ചെയ്തിട്ടാണ് ചോദിക്കാറുള്ളത്. അതായത് ഒരു ടോപ്പിക് ട്രിഗ്നോമെട്രിയിൽ നിന്ന് മാത്രമുള്ള ക്വസ്റ്റ്യൻ അല്ല, മേ ബി ദർ വിൽ ബി ലൈക്ക് മിക്സ് ഓഫ് മൾട്ടിപ്പിൾ ടോപ്പിക്സ്. അപ്പോൾ ആ സമയത്ത് ഒരു ടോപ്പിക് നിങ്ങൾക്ക് അറിയാം, പക്ഷേ മറ്റേ ടോപ്പിക് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ മേ ബി യു വിൽ ബി ലൂസിങ് ഔട്ട്. സോ എല്ലാത്തിൻ്റെയും ബേസിക്സ് എന്തായാലും പഠിച്ചു വെക്കുക. ആൻഡ് വേറൊരു കാര്യം പറയാനുള്ളത്, മോഡേൺ മാത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ജോമെട്രി ഞാൻ എഴുതിയിട്ടുണ്ട്. പല ആൾക്കാരും കാറ്റിന് പോകുമ്പോഴത്തേക്കും അരിത്തമെറ്റിക്കും ഓൾജിബ്രയും മാത്രം നോക്കി പോയ ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ളവർ മോഡേൺ മാത്തും ജോമെട്രിയും കൂടെ നോക്കി തുടങ്ങുക. ആൻഡ് പിന്നെ പറയാനുള്ള മെയിൻ കോൺ ടോപ്പിക്സ് എന്തായാലും വിടാതിരിക്കുക. ഇതിനകത്ത് DA ഞാൻ ഓൾറെഡി പറഞ്ഞു 6 ക്വസ്റ്റ്യൻ ആണുള്ളത്. 22 ക്വസ്റ്റ്യൻ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ആണ്. സോ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് DA എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് തന്നെയാണ്. പിന്നെ
ലെസ് ഫോർമുല പ്ലഗിൻ ടൈപ്സ്. അത് ഉദ്ദേശിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കാറ്റിലുള്ള എ ടൈപ്പ് ക്വസ്റ്റ്യൻ പോലെ കണ്ടുത്തരം പറയാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് സാറ്റിൽ കുറവാണ്. പക്ഷേ സാറ്റിൽ ചോദിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിൽ ക്വസ്റ്റ്യൻസ് ശരിക്കും ഈസി ടു മോഡറേറ്റ് എന്നേ പറയാൻ പറ്റും. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. ഇറ്റ് ബി ലെങ്തി. ഒരു സർപ്രൈസ് ആയിരിക്കും നിങ്ങൾ കാറ്റിന് ഇത്ര നാൾ പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത്രയും വലുതോന്ന്. പക്ഷേ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് നിങ്ങളിത് അപ്രോച്ച് ചെയ്യരുത്. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് അത് മൊത്തം വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ യു കുഡ് ഡെഫിനറ്റ്ലി ക്രാക്ക് ഇറ്റ്. അങ്ങനത്തെ ഒരു എക്സാമാണ്. ഞാൻ പറഞ്ഞു എൻ്റെ തന്നെ സാറ്റ് എക്സ്പീരിയൻസ് പറഞ്ഞു. ഞാൻ സാറ്റ് പോയിട്ട് പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ തന്നെ ഇഷ്ടംപോലെ സമയമെടുത്ത് അതിങ്ങനെ ചെയ്ത് വരുന്ന സമയത്ത് ഐ വാസ് ഏബിൾ ടു ക്രാക്ക് ഇറ്റ്. സോ അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നൗ എഗെയിൻ ഇവിടെ ഈ ഒരു ടേബിളിൽ യു ക്യാൻ സി അരിത്തമെറ്റിക്കൽ ഇതൊരു ഹിസ്റ്റോറിക് ഡാറ്റ വെച്ചിട്ട് പറയണം. അരിത്തമെറ്റിക്കൽ 6 ക്വസ്റ്റ്യൻ, ജോമെട്രി 6 ക്വസ്റ്റ്യൻ, മോഡേൺ മാത്ത് 3 ക്വസ്റ്റ്യൻ. മോഡേൺ മാത്ത് ഫംഗ്ഷൻസിൽ എപ്പോഴും എല്ലാ വർഷം ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫംഗ്ഷൻസ് ഡോണ്ട് ലീവ് ദാറ്റ്. സി ഓൾജിബ്ര 4 ക്വസ്റ്റ്യൻസ് ആൻഡ് നമ്പേഴ്സ് 3 ക്വസ്റ്റ്യൻസ്. ആൻഡ് ഓൾസോ ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, സ്പൈഡർ ഗ്രാഫ്, വെബ് ഗ്രാഫ് ഒക്കെ ചോദിക്കുന്നുണ്ട്. സോ അതിലും ബി റെഡി ടു ഫേസ് സം സർപ്രൈസസ്. പക്ഷേ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗുഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യാൻ പറ്റും. നൗ യു ഷുഡ് സ്കോർ 13 മാർക്സ് ഔട്ട് ഓഫ് 28. യു ഷുഡ് സ്കോർ 13 മാർക്സ്. ഈ 13 മാർക്സ് എല്ലാവർക്കും വേണമെന്നല്ല. ബട്ട് ഐ ജസ്റ്റ് ഗോ ബാക്ക് ടു ദി പ്രീവിയസ് സ്ലൈഡ്. സി ഇതെന്ന് പറയുന്നത് XLRയുടെ ഈ കട്ട് ഓഫ്സ് ആണ്. കട്ട് ഓഫ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി നോക്കുക. 85% ഇവിടുത്തെ ഹയസ്റ്റ് കട്ട് ഓഫ് വേണ്ടത്. HRM-ഉം BM-ഉം പ്രോഗ്രാമും എടുക്കുമ്പോൾ അതിനകത്ത് എഞ്ചിനീയേഴ്സിനും നോൺ എഞ്ചിനീയേഴ്സിനെയും എടുത്താൽ, അതിനകത്ത് മെയിലിനെയും ഫീമെയിലിനെയും എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ്, ഏറ്റവും ഹയസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത് 85 ആണ്. സോ 85% ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആണ്. നിങ്ങൾ ഏത് കാറ്റഗറി ആണെങ്കിലും, നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും യു വിൽ ബി ഏബിൾ ടു ക്ലിയർ ബോത്ത് ദി പ്രോഗ്രാം. സോ അതാണ് ഞാൻ ഐഡിയലായിട്ട് നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് പറയുന്നത്. മേ ബി യു വോണ്ട് നീഡ് ദാറ്റ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ എ നോൺ എഞ്ചിനീയർ female who is looking for the HRM program, you just need 60% to clear the cutoff. അപ്പോൾ ക്ലിയർ ആവാം. പക്ഷേ what I am trying to say, so for example, if you are a non-engineer female who is looking for an HRM program for whom QA quantitative ability worst section ആണ്, അതായത് തീരെ പറ്റാത്ത സാധനമാണെങ്കിൽ you should not be trying for 85% and doing a blunder, but instead you can try to target say 60 അല്ല ഒരു 70% എന്നുള്ള സ്കോർ ടാർഗറ്റ് ചെയ്യുക. സോ 70% ഉള്ള സ്കോർ again the 70% you will require around like 11 marks. But what I would ideally say is like, see, 60% you need 11 marks. But when it comes to 85% you just need 13 marks. ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ. 2 മാർക്ക് അധികം വാങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ പെർസെൻറ്റേജ് 85 എത്തുന്നുണ്ട്. സോ ഡു ടാർഗറ്റ് ദി 13 മാർക്സ് സോ ദാറ്റ് ആ ഒരു സെക്ഷനിൽ നിങ്ങൾ റെഡിയാണ്. ഇനി ഇതിന് എത്ര സാധനം അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. എഗെയിൻ 28 ക്വസ്റ്റ്യൻ ഉണ്ട്, 13 മാർക്ക് നിങ്ങൾ വാങ്ങണം. ഇതെങ്ങനെ വാങ്ങണമെന്ന് അറിയാൻ വേണ്ടിയാണ് നിങ്ങളുടെ അടുത്ത ഒരു മാസം അല്ലെങ്കിൽ 27 ദിവസം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഐഡിയൽ അറ്റംപ്റ്റ്സ് ആൾക്കാർ പറയാറ് 18 to 19 അറ്റംപ്റ്റ് ചെയ്തിട്ട് അറ്റ് അറൌണ്ട് ലൈക്ക് 80 to 90% ആക്യുറസിയിൽ നിങ്ങൾ 13+ മാർക്ക് വാങ്ങാന്നുള്ളതാണ്. ബട്ട് ഡെഫിനറ്റ്ലി യു ഷുഡ് ഡു യുവർ ഹോംവർക്ക്. യു ഷുഡ് learn these concepts. You should take sectional test, you should take mock test and understand what's your ideal attempt ratio എന്നുള്ള, അല്ലെങ്കിൽ attempt strategy എന്നുള്ളത്, വാട്ട്സ് യുവർ ലൈക്ക് ഒരു സക്സസ് റേഷ്യോ എത്ര ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കണം. സോ ഞാൻ ഇതിനകത്ത് ഐ തിങ്ക് ഐ കവേർഡ് മേജർ കാര്യങ്ങൾ. സോ DA ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഇൻറ്റഗ്രേറ്റഡ് ആണ്. 22 QA ക്വസ്റ്റ്യൻസ്. ബാക്കി മെയിൻ സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നൗ വെൻ ഇറ്റ് കംസ് ടു വെർബൽ ആൻഡ് ലോജിക്കൽ എബിലിറ്റി, കമോൺ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, CRC VARC ഓൾറെഡി ക്യാറ്റിന് ചെയ്ത ആൾക്കാർക്ക് CRC ഒന്നും ഇല്ലാത്ത വലിയൊരു പ്രോബ്ലം ആവില്ല. പക്ഷെ ഇല്ലാത്തൊരു പ്രശ്നക്കാരനുള്ളത് പോയം ബേസ്ഡ് RC എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു പോയം തന്നിട്ട് അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു സ്റ്റാൻസ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സ്ഥലത്താണ്. ഓക്കെ, സോ 14 RC ക്വസ്റ്റ്യൻസ് മൊത്തം ഉണ്ട്. അതിൽ 2 എണ്ണം ഒരു പോയം ബേസ്ഡ് ആയിരിക്കും. അതായത് ഒരു പോയിന്റ് ബേസിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ബാക്കിയുള്ള 4 പാസേജസിൽ 3 ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടാവും. അതായത് there will be 4 RC sets with 3 questions each and there will be 1 poem with 2 questions. ഇങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി വരാറുള്ളത്. ഇല്ലാതെ എനിക്ക് പറയാനുള്ളത്, സാറ്റിൽ മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, സിൻസ് there is no sectional timer, ചിലപ്പം ബാക്കി 2 സെക്ഷൻ കൂടെ ഉണ്ട് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ അതിൽ മതിമറന്ന് പോകാതിരിക്കുക. എസ്പെഷ്യലി പോയമൊക്കെ വായിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ ഇമ്മേഴ്സ്ഡ് ആയി പോകാതിരിക്കുക. പോയാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഡിഫിക്കൽട്ടി കൂടുതലാണ്. വേണമെങ്കിൽ ലീവ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സക്സസ് റേഷ്യോ ഉണ്ട്, നല്ലോണം വായിക്കുന്ന ആൾക്കാരാണ്. ഇഫ് യു ക്യാൻ ക്വിക്ലി അണ്ടർസ്റ്റാൻഡ് ആ ഒരു പോയം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും സ്കൂളിൽ പഠിച്ച ഒരു പോയം ആണെന്നുണ്ടെങ്കിൽ മേ ബി യു വിൽ ബി ഏബിൾ ടു ഈസിലി ആൻസർ ദാറ്റ്. ഇൻ ദാറ്റ് കേസ് ഡു ആൻസർ, മാർക്ക് ഇറ്റ് ആൻഡ് മൂവ് ഓൺ.
അതാണ് ഇതിന്റെ സ്ട്രാറ്റജി. നൗ 5 ഗ്രാമർ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, വേർബ്സ്, ടെൻസ്, പ്രൊപ്പോഷൻസ് ഒക്കെ പ്രിപ്പോസിഷൻസ് ഒക്കെ നോക്കുക. ആൻഡ് ദെൻ 2 to 3 പാരാജമ്പിൾസ് ഓൾറെഡി നിങ്ങൾ ക്യാറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്താണ് പാരാജമ്പിൾസ്. ക്രിട്ടിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് ഞാൻ പറയുന്നേ ഉള്ളൂ. സാറ്റിൽ ആസ് ഐ ടോൾഡ് യു ദർ ഇസ് എ ഡിസിഷൻ മേക്കിംഗ് സെറ്റ്. സോ ക്രിട്ടിക്കൽ റീസണിങ്ങിൽ ശരിക്കും ഒരു ചെറിയൊരു ഹിന്ദു എഡിറ്റോറിയലിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആർട്ടിക്കിൾ തന്നിട്ട് വിച്ച് ഓഫ് ദിസ് ഇഫ് ഇറ്റ്സ് ട്രൂ വിൽ വീക്കൻ ദി ആർഗ്യുമെന്റ്സ് ഓഫ് ദി ഓത്തർ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന പോലെ 5 ഓപ്ഷൻസ് തന്നിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉള്ള സാധനങ്ങളാണ്. ഇതിൽ എന്തുകൊണ്ടാണ് 90% 13 മാർക്ക് വാങ്ങണമെന്ന് ഞാൻ പറയുന്നത്? അഗെയിൻ ലെറ്റ്സ് ഗോ ബാക്ക്. സി എക്സലാറയിൽ എടുത്തു കഴിഞ്ഞാൽ 90% ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ 90% HRM പ്രോഗ്രാമിൽ കയറണമെങ്കിൽ വെർബൽ എബിലിറ്റിയിൽ വേണ്ട കട്ട് ഓഫ് എല്ലാ ആൾക്കാർക്കും. ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാം നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ 75% മതി. ബട്ട് ഐ വുഡ് സേ നിങ്ങൾ 90% ടാർഗറ്റ് ചെയ്യണം. സോ ദാറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഈ പറയുന്ന കാറ്റഗറീസിലും എല്ലാ ഈ പറഞ്ഞ കോഴ്സസിനും ഏത് കാറ്റഗറി ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ 90% കിട്ടാൻ എത്ര മാർക്ക് വേണം? 90% കിട്ടാൻ ഇൻ വെർബൽ എബിലിറ്റി യു വിൽ നീഡ് അറൌണ്ട് 13 മാർക്സ്. സോ 13 മാർക്സ് മാൻഡേറ്ററി ആണ് ഈ ഒരു സാധനത്തിൽ. ഇനി അതിന് എത്ര അറ്റംപ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗെയിൻ നിങ്ങൾ തന്നെ ട്രയൽ നോക്കണം. യു ഹാവ് ദീസ് മെനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് യു നീഡ് 13 മാർക്സ്. എന്താണ് നിങ്ങളുടെ ഐഡിയൽ അറ്റംപ്റ്റ് ടു ആക്യുറസി റേഷ്യോ? വെർബൽ എബിലിറ്റി ആൻഡ് ലോജിക്കലിൽ പൊതുവെ നമ്മളെ VRC പോലെ തന്നെ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ആക്യുറസി മാർക്ക് കൂടുതൽ കിട്ടുന്നത് മോസ്റ്റ് ഓഫ് ദി കേസസ്. ബട്ട് ഇഫ് യു ആർ ഡിഫറെന്റ്, again do your homework, take your mocks and do practice. Now when it comes to decision making, again 22 questions ആണുള്ളത്. This is very new. ഇതുവരെ നിങ്ങൾ ഒരു എക്സാമിനും ചെയ്തിട്ടില്ലാത്തൊരു പുതിയ സെക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആവും, ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ വർക്ക്ഔട്ടും ആവില്ല. പക്ഷെ വർക്ക്ഔട്ട് ആവാത്ത കേസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി 1 month യു ക്യാൻ ഇംപ്രൂവ് എ ലോട്ട്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 8 കേസസ് പൊതുവെ ഉണ്ടാവും. സോ 8 കേസസ് DLR പോലെ തന്നെ ഒരു കേസ് തരും. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഞാൻ പറഞ്ഞ പോലെ ഒരു എത്തിക്കൽ ഡയലമ കേസ് ആവാം. നിങ്ങളുടെ ഒരു കൊളീഗ് എന്തെങ്കിലും ഒരു സാധനം ഓഫീസിൽ നിന്ന് മോഷ്ടിക്കുന്ന കണ്ടു, വാട്ട് യു വിൽ ഡു, അല്ലെങ്കിൽ വാട്ട് വിൽ ബി ദി ഐഡിയൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം? നിങ്ങൾ പോലീസിനെ വിളിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യോ, ഇന്റേണൽ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് മെയിൽ അയക്കുമോ, അല്ലെങ്കിൽ അയാളെ ഉപദേശിച്ചു വിടോ? സോ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് തന്നിട്ട് ഏതാണ് മോസ്റ്റ് ആക്യുറേറ്റ് അല്ലെങ്കിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്നുള്ളത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ ശരിക്കും നമുക്ക് തോന്നും ഇതെല്ലാം ഒരു പേഴ്സണൽ ഇതാണെന്നുള്ളത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല വരിക. ഞാൻ ചിലപ്പം അയാളെ ഉപദേശിച്ചു വിടും, ചിലപ്പോൾ ഞാൻ മെയിൽ അയക്കും. അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യമല്ല എന്ന് ചോദിക്കുന്നത് അല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻസ് പെർസ്പെക്റ്റീവിൽ എന്താണ് റൈറ്റ് എന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി അന്നയായിട്ട് ചെയ്ത ഇന്റർവ്യൂവിൽ അന്നയും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് ചിലപ്പം ഏറ്റവും എത്തിക്കലായിട്ടുള്ള കാര്യമായിരിക്കില്ല അവിടെ കറക്റ്റ് ആൻസർ, പക്ഷെ ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും റൈറ്റ് എന്ന് തോന്നുന്നതായിരിക്കണം നമ്മൾ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്യേണ്ടത്. സോ ഇതിൽ നിങ്ങൾ ഡെയിലി എന്തായാലും 1 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യണം. ബിക്കോസ് ഇറ്റ്സ് വെരി ന്യൂ. കഴിഞ്ഞ പാസ്റ്റ് ഇതെല്ലാം ഈ പറഞ്ഞ എല്ലാ സെക്ഷനിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു തുടങ്ങാൻ പറ്റിയ ഒരു സംഭവമാണ്. ഓപ്പൺ ഡാറ്റയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആയിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാത്തിന്റെയും സെക്ഷൻസ് കഴിഞ്ഞ 10, 12, 13 വർഷത്തെ കംപ്ലീറ്റ് പേപ്പേഴ്സ് സെപ്പറേറ്റ് ക്വിസസ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഞാൻ ഡിസിഷൻ മേക്കിംഗ് ഞാൻ 45 മിനിറ്റ്സ് ടൈമർ ഇട്ടിട്ടുണ്ട്. 40 മിനിറ്റ്സ് ടൈമർ ഇട്ടിട്ടുണ്ട്. ബാക്കി 2 സെക്ഷൻ ഞാൻ 1 hour ടൈമർ ഇട്ടിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സോ ദാറ്റ് നിങ്ങൾക്ക് അത് ചെയ്തിട്ട് വേണമെങ്കിൽ ഓരോരോ സെക്ഷനായിട്ട് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ആ 1 hour കൂടുതൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടാം, ചിലപ്പോൾ 40 മിനിറ്റ്സ് കൂടുതൽ ഒറിജിനൽ എക്സാമിൽ നിങ്ങൾക്ക് ടൈം കിട്ടാം. സോ അതുകൊണ്ട് ടെൻഷൻ ആവണ്ട. ജസ്റ്റ് ദാറ്റ് നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലറൈസ് ആവണം എന്നുള്ളതാണ്. ബിക്കോസ് ഇൻ ദാറ്റ് ദർ ഇസ് എ ലോട്ട് ഓഫ് റെപ്പിറ്റേഷൻ, എസ്പെഷ്യലി ഇൻ ഡിസിഷൻ മേക്കിംഗ് ദി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ അഗെയിൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ റാഷണൽ മാത്രം ഉപയോഗിക്കുന്നത് ഓർഗനൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കുക. പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങുക. ഡെയിലി 1 hour ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക. ആൻഡ് ഡെയിലി ഒരു 3-4 പുതിയ ഡിസിഷൻ മേക്കിംഗ് സെറ്റെങ്കിലും ചെയ്യുക. 8 മാർക്ക് മാൻഡേറ്ററി ആണ്. 75% കട്ട് ഓഫ്. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡിസിഷൻ മേക്കിംഗിൽ 75% അക്രോസ് ദി ഡൊമൈൻസ്. അതായത് ബിസിനസ് മാനേജ്മെന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത്, HRM ആണ് വേണ്ടതെങ്കിലും, എഞ്ചിനീയർ ആണ്, നോൺ എഞ്ചിനീയർ ആണെങ്കിലും, മെയിൽ ആണ്, ഫീമെയിൽ ആണെങ്കിലും യു വിൽ നീഡ് 75%, which means 8 marks മാൻഡേറ്ററി ആണ്. 8 marks അക്കോർഡിംഗ് ടു ഹിസ്റ്റോറി. ഇതെല്ലാം അക്കോർഡിംഗ് ടു ഹിസ്റ്റോറിക് ഡാറ്റ ആണ്. ഡെഫിനറ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഡിഫിക്കൽട്ടി ലെവൽ അനുസരിച്ച് അതിന്റെ കട്ട് ഓഫ് മാറുന്നുണ്ടാവും. സോ അത് അനലൈസ് ചെയ്യാനുള്ള ഒരു വിവരവും ബുദ്ധിയും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. ആൻഡ് അടുത്ത 1 മാസത്തെ പ്രാക്ടീസിൽ യു വിൽ അഗെയിൻ ബി ഏബിൾ ടു ജഡ്ജ് ദി ഡിഫിക്കൽട്ടി ഓഫ് ദി പേപ്പർ ഇൻ എ ബെറ്റർ മാനർ.
നൗ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് നോ സെക്ഷണൽ ടൈമർ എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിന്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒരു സെക്ഷൻ വെച്ചിട്ട് സ്റ്റക്ക് ആവാതിരിക്കുക. ബാക്കിയുള്ള 2 സെക്ഷൻ ഉണ്ടെന്ന് ഓർമ്മയുണ്ടാവുക. പക്ഷെ അറ്റ് ദ സെയിം ടൈം പാനിക് ആവരുത്. കാറ്റിന്റെ കേസിൽ എന്ന് പറഞ്ഞാൽ 40 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത അതിലോട്ട് പോകും, അല്ലാതെ പിന്നെ തിരിച്ചു വരവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും യു വോണ്ട് ഹാവ് ദി ടെൻഷൻ ദാറ്റ് അയ്യോ എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ചെയ്യാൻ സമയം ഉണ്ടാവോ അല്ലെങ്കിൽ DLR ചെയ്യാൻ സമയം ഉണ്ടാവോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതുവരെ എടുത്ത് ഇപ്പം ഞാൻ ക്യാറ്റ് എടുക്കുമ്പോൾ അത് 3 മണിക്കൂറാണ് ക്യാറ്റ്. പക്ഷെ ഇപ്പൊ ക്യാറ്റ് 2 മണിക്കൂറാണ്, സ്നാപ്പ് അന്ന് 2 മണിക്കൂർ കൂടുതലുണ്ടായിരുന്നു, സ്നാപ്പ് ഇപ്പോൾ 1 മണിക്കൂറാണ്. സാറ്റ് മാത്രമാണ് നിങ്ങൾ 2 hour 45 minutes പ്ലസ് 25 മിനിറ്റ്സിന്റെ ഒരു എക്സാം എഴുതാൻ പോകുന്നത്. സോ ടെസ്റ്റ് സ്റ്റാമിന എന്ന് പറയുന്ന സാധനം നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഞാൻ ഓപ്പൺ ആയിട്ട് വെബ്സൈറ്റിൽ ഇട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ഞാൻ മുറിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഐ മീൻ ഓരോ സെക്ഷൻസും സെപ്പറേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. സോ ദാറ്റ് യു ക്യാൻ അനലൈസ് ഇറ്റ് ബെറ്റർ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഫുൾ ലെങ്ത് മോക്ക് എല്ലാ ആഴ്ചയും ഒരു 2 എണ്ണമെങ്കിലും മിനിമം നിങ്ങൾ എടുത്തിട്ടുണ്ടാവണം. നിങ്ങൾ സാറ്റിന് പോകുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് 8 ഫുൾ ലെങ്ത് മോക്കെങ്കിലും നിങ്ങൾ ഫുള്ളായിട്ട് എടുത്ത് അനലൈസ് ചെയ്തിട്ടേ പോവുള്ളൂ. കാരണം ടെസ്റ്റ് സ്റ്റാമിന ക്യാറ്റിന്റെ പോലെ അല്ല, 2 മണിക്കൂറല്ല, 2 മണിക്കൂർ 45 മിനിറ്റ് പ്ലസ് 25 മിനിറ്റ്സ് നിങ്ങൾ ഇരിക്കാനുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ടെസ്റ്റ് സ്റ്റാമിന ഉണ്ട് എന്നുള്ളത് അത് നിങ്ങളിപ്പോൾ ബിൽഡ് ചെയ്യണം. ആൻഡ് ദാറ്റ്സ് മാൻഡേറ്ററി. പാർട്ട് ബിയിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്പെൻഡ് 45 മിനിറ്റ്സ് ഫോർ ഈച്ച് സെക്ഷനൽ എന്ന് പറയുന്നുണ്ടല്ലോ. സോ ഇതിപ്പോൾ അന്നയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ വീഡിയോയിൽ അന്ന പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന എൻറ്റയർ 2 hour 45 മിനിറ്റ്സിൽ ഈ പറയുന്ന 3 സെക്ഷൻസും ഒരു ABC സ്ട്രാറ്റജി പോലെ അപ്ലൈ ചെയ്ത്, അതായത് എല്ലാ സെക്ഷൻസും പാരലായിട്ട് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു പോയി സെക്കൻഡ് റൗണ്ടിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാർക്ക് ചെയ്തിട്ടാണ് ചെയ്തു പോകാറുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറെ കാൻഡിഡേറ്റ്സിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ട്രാറ്റജി വർക്ക്ഔട്ട് ചെയ്ത് ഒരുപാട് 99.xx% കിട്ടിയ ആൾക്കാരുണ്ട്, ഇൻക്ലൂഡിങ് അന്ന. പക്ഷെ വേറെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 hour 45 മിനിറ്റ്സ് ഒരുപാട്. ഇപ്പോൾ കാറ്റിൽ നിങ്ങൾ ABC അപ്രോച്ച് കൊടുക്കുമ്പോൾ അതൊരു 40 മിനിറ്റ്സ് മാത്രമേ ഒരു സെക്ഷൻ ഉള്ളൂ. പക്ഷെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 hour 45 മിനിറ്റ്സ് ഉള്ള ഒരു സ്ട്രെച്ചിലുള്ള എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഐഡിയൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 മിനിറ്റ്സ് വെച്ച് ഈച്ച് ഓഫ് ദി സെക്ഷൻസിന് കൊടുക്കുക. സ്റ്റാർട്ട് വിത്ത് യുവർ ഈസിയസ്റ്റ് സെക്ഷൻ ആൻഡ് ദെൻ നിങ്ങൾക്ക് 3 സെക്ഷനും ഒരു 45 മിനിറ്റ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഏബിൾ ടു ക്ലിയർ ദി കട്ട് ഓഫ്. യു ഷുഡ് ബി ഏബിൾ ടു ക്ലിയർ ദി കട്ട് ഓഫ് ഇൻ ദാറ്റ് 45 മിനിറ്റ്സ്. ആൻഡ് ഓൾസോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ഏതൊക്കെ സെക്ഷൻസ് ആണ് ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ചില സെക്ഷൻസ് ഡിഫിക്കൽട്ട് ആയിരിക്കാം. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് മേ ബി കോണ്ട് വെച്ചാണ്, കോണ്ട് അത്തവണ വളരെ ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം വെച്ചുകൊണ്ടിട്ട് കാര്യമില്ല. സോ 45 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഹാവിംഗ് ഇനഫ് ടൈം ലെഫ്റ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള സെക്ഷനും ആ വർഷം ഏറ്റവും ഈസി ആയിട്ടുള്ള സെക്ഷനിലും കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് അത് ക്രാക്ക് ചെയ്ത് സ്കോർ ആ ഒരു സെക്ഷനിൽ മാക്സിമൈസ് ചെയ്ത് നമുക്ക് വേണ്ട 40 അല്ലെങ്കിൽ നിങ്ങൾക്ക് 45 എത്രയാണോ മാർക്ക് ആ ഡ്രീം ഫിഗറിൽ എത്താൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഐഡിയലായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇനിയുള്ള അടുത്ത പാർട്ട് ബിയുടെ കാര്യം പറയുകയാണെങ്കിൽ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് GK, 2 SA. GKയുടേത് എന്തായാലും നിങ്ങളിപ്പം ഇറ്റ്സ് എ ഹൈ ടൈം യു സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ദി GK ഫോർ GDPA VAT. എന്തായാലും നിങ്ങളുടെ പേഴ്സണൽ ഇന്റർവ്യൂവിനും മറ്റെല്ലാം നിങ്ങൾ GKs പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. സോ അത് പ്രിപ്പയർ ചെയ്യാം. ദാറ്റ്സ് വൺ. GK PDFs കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഞാനും കുറച്ച് മെറ്റീരിയൽസ് ഷെയർ ചെയ്യാം. ഓൾസോ പ്രീവിയസ് ഇയർ GK ക്വസ്റ്റ്യൻസ് ഞാൻ പാരലലി ഓപ്പൺ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. തേർഡ് തിങ്, GKയുടെ വീഡിയോസ് ഓപ്പൺ ആയിട്ട് വെബ്സൈറ്റിൽ ഉടനെ വരുന്നുണ്ടാവും. നോട്ട് ഫോർ ZAT ബട്ട് ഫോർ GDPA VAT. സോ ആ GKയുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. സോ വെൻ ഇറ്റ് കംസ് ടു GK ഇൻ ZAT ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് 50% സ്റ്റാറ്റിക് GK ആൻഡ് 50% കറണ്ട് അഫയേഴ്സ്. സ്റ്റാറ്റിക് GK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹു വാസ് ദി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഒരിക്കലും മാറാത്ത സാധനങ്ങളാണ്. ഹു വാസ് ദി ഫസ്റ്റ് മാൻ ടു ഹിറ്റ് 200 runs ഇൻ ആൻ ODI മാച്ച്? സച്ചിൻ ടെണ്ടുൽക്കർ. അത് മാറില്ല. പക്ഷേ ഹു വാസ് ദി ലാസ്റ്റ് ബാറ്റ്സ്മാൻ ടു ഹിറ്റ് 200 runs എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ടൈം മാറുന്നതനുസരിച്ച് ചിലപ്പോൾ അത് മാറാം. സോ അതാണ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ്. സോ രണ്ടിനും 50% വെയിറ്റേജ് ഉണ്ട്. സോ ഡു യുവർ ഹോംവർക്ക് റിഗാർഡിംഗ് ദാറ്റ്. നൗ വെൻ ഇറ്റ് കംസ് ടു essay യു ജസ്റ്റ് ഹാവ് 10 minutes. ഇത് നിങ്ങൾ പേപ്പറിൽ എഴുതി essay പഠിച്ചിട്ട് കാര്യമില്ല. യു ക്യാൻ ടേക്ക് പ്രീവിയസ് ഇയർ essay ടോപ്പിക്സ് ആൻഡ് ലോട്ട് ഓഫ് അബ്സ്ട്രാക്ട് essay ടോപ്പിക്സ്. അത് ഞാനും ഷെയർ ചെയ്യാം. ആൻഡ് ടൈപ്പ് ചെയ്യാതെ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് essay ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ കുറേ ടെക്നിക്സ് ഉണ്ട്. ലൈക്ക് യു ഷുഡ് കം വിത്ത് an argument and then you can justify it, you can conclude it, you can introduce in the first paragraph. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ പുറമെ ഗ്രാമാറ്റിക്കൽ എറേഴ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഒഴിവാക്കുക എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ടൈപ്പോ ലിംഗോ സറ്റ് യു എന്ന് പറയുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് ആ ഒരു സ്പീഡിൽ തന്നെ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് essay എഴുതുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ 10 മിനിറ്റ് 250 words ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന സാധനം വരുമ്പോഴത്തേക്കും
വേറൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പ്രഷർ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. രണ്ടാമത്തെ കാര്യം, ഒരുപാട് ചിന്തിച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള ടൈം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ചിന്തിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും, എന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്യേണ്ടി വരും. സോ ഇങ്ങനെയുള്ള എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി എന്നുള്ളതും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. സോ ഇത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. ലാസ്റ്റായിട്ട് എനിക്ക് ഒരു കഥയും കൂടെ പറഞ്ഞ് നിർത്താനുണ്ട്. സോ എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. സോ കാറ്റിന് വളരെ വളരെ മോശമായിട്ടുള്ള പേഴ്സണലി കിട്ടി, പക്ഷെ സാറ്റിന് പോയി. സാറ്റിന് പോകുമ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു ഫോർട്ടേ ആയിരുന്നു. അതായത് ഡിസിഷൻ മേക്കിംഗ് ചുമ്മാ എയ്സ് ചെയ്യാന്ന് പറയും. അത് കാറ്റിൽ ഒട്ടും പേഴ്സണലി ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ ഡിസിഷൻ മേക്കിംഗ് എന്തോ പുള്ളിക്കാരൻ്റെ ഒരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ചെയ്ത് ഹി ഗോട്ട് അറൗണ്ട് ലൈക്ക് 98% ഇൻ സാറ്റ്. കാറ്റിൽ അത്രയും മോശം പെർസെൻറ്റേജ് ആയിട്ട് പോലും എക്സ്ലാറെ കോൾ കിട്ടി, പക്ഷേ ഇന്റർവ്യൂ വളരെ മോശമായിട്ട് പെർഫോം ചെയ്തു, ഒരു വലിയ മണ്ടത്തിലും കാണിച്ചു, കിട്ടിയില്ല. ആൻഡ് ഈ ജോയിൻ സം ഇൻസ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ലിബ ഓർ സംതിങ്. പക്ഷേ വാട്ട് ഐ എം ട്രൈ ടു സേ ഇസ് ലൈക്ക്, നിങ്ങളുടെ കാറ്റ് കൊണ്ട് നിങ്ങൾ ഇവിടെ ഒന്നും നിങ്ങളൊരു മുൻവിധിയോടുകൂടി നിങ്ങൾ സാറ്റിന് പ്രിപ്പയർ ചെയ്യരുത്. കാറ്റ് ഈസ് ഡിഫറെൻറ്റ്, സാറ്റ് ഈസ് ഡിഫറെൻറ്റ്. യു ഹാവ് ഇനഫ് ടൈം, യു ഹാവ് 27 days. ഡു പ്രിപ്പയർ ഫോർ സാറ്റ്. എന്തൊക്കെയാണ് മിസ്സിംഗ് ടോപ്പിക്സ്, കാറ്റിൽ നിന്നും എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട്, ടെസ്റ്റ് ആമിനെ ബിൽഡ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി കൂടുതലായിട്ട് വർക്ക് ചെയ്യുക, മിസ്സിംഗ് ടോപ്പിക്സ് കവർ ചെയ്യുക. ജി കെക്കും ഇതിലുമൊക്കെ പാരലലി നിങ്ങളുടെ GDPA വാറ്റിന് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ ഇതിന് വേണ്ടി കൊണ്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക, എസ്സേ ടൈപ്പ് ചെയ്ത് നോക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങളൊരു 5 to 6 hours അടുത്ത 27 days സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get into an XLRI. Even if you are not someone who is eyeing for an XLRI, do prepare for XLRI, that if at all XLRI is not happening, you still will have XAMB, IMT, IMI sort of top institutes. You can get into IRMA, you can get into TAPME, Great Lakes, Goa Institute of Management, KJ Somaya, ഫോർ സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ഇവിടെ എല്ലാം നിങ്ങൾക്ക് സാറ്റ് സ്കോർ വെച്ചിട്ട് കയറാൻ പറ്റും. സോ അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. സോ ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. I know it's a lengthy video, but a lot of people have been asking for this video. അതുകൊണ്ടാണ് ഇത്ര ടൈം എടുത്തിട്ട് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. I'll be coming soon with more interesting, informative videos. Do subscribe the channel and share it to your friends who are preparing for SAT. Thank you so much for watching. Bye-bye.